ഹലോ. അപ്പോൾ നേരിട്ട് കാര്യത്തിലേക്ക് കിടക്കാം, അധികം നീട്ടി വലിക്കാതെ പറയുകയാണെങ്കിൽ, ഇത് കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്നുള്ള കമ്പനി അറിയാലോ, കപ്പൽ നിർമ്മാണശാല. എല്ലാവർക്കും അറിയുന്ന കമ്പനിയാണ്. അതിനെ പറ്റിയിട്ടൊന്നും അധികം ഡീറ്റെയിൽസ് ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, അതിലൊരു ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കാര്യമാണ്. അത് പെർമനൻറ്റ് ജോബായിട്ടൊക്കെ ഞാൻ നോക്കുന്ന സമയത്ത് ഒരുപാട് വേക്കൻസീസ് അതിലുണ്ട്. ഓക്കെ, ഞാൻ ഇതിൻ്റെ ഈ പേജിലേക്ക് വരാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഇതിലേക്കാണ് വരിക. ഓക്കെ, എന്നിട്ട് നോക്കൂ, ഇതിൽ ഒരുപാട് വേക്കൻസീസ് ആണുള്ളത്. അത് ഓരോന്നായി നോക്കി ഇതിൽ പറയാൻ വെച്ചാൽ ഒരു വലിയ വീഡിയോ വേണ്ടി വരും. അപ്പോൾ ജസ്റ്റ് ഫോർ ഒരു സാമ്പിൾ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഒരെണ്ണം എടുക്കാം. അതായത് ഈ മൂന്നാമത്തെ. അതെന്താ മൂന്നാമത്തെ എടുക്കാത്തുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല. അത് ജസ്റ്റ് ലൈക്ക് ദാറ്റ്. അത് കൽക്കത്തയിലാണ്. ഇത് അവിടെ ഇതിൽ CSL കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് കൊച്ചി. ഇത് കാൻസറു അന്തമാൻ കൊൽക്കത്ത. ഇത് UCSL, അത് ഉടുപ്പി കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ്. അവിടെ എല്ലാം ഈ മാൽപ്പേ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ബീച്ചും കാര്യങ്ങളുള്ള, അറിയാലോ, ഈ ബീച്ചും കടലും കപ്പലും തമ്മിലുള്ള ബന്ധം. ഓക്കെ, അതാണ് അത് അവിടെ വയ്ക്കാൻ കാരണം. അപ്പോൾ ജസ്റ്റ് ഫോർ നമുക്ക് ഇതിൽ അസിസ്റ്റൻറ്റ് മാനേജർ ഇട്ട് സെലക്ഷൻ ഓഫ് ബൂത്ത് ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ ഇതൊന്നും നോക്കാം. എല്ലാ ക്വാളിഫിക്കേഷൻ, അതായത് SSLC തോറ്റവർ, SSLC ജയിച്ചവർ, ITI, ഡിപ്ലോമ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിൽ പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തിട്ട് ഇതിൽ നോക്കിയിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഫോർ ഒരു സാമ്പിളിന് ഞാൻ ഇതെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതെടുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ റീഡ് ഇത് വന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കൂ, ഇത് ഒരെണ്ണത്തിൻ്റെ സാമ്പിൾ. ബാക്കിയെല്ലാം നിങ്ങൾ നോക്കിയാൽ ക്ലിക്ക് ഹിയർ ടു സബ്മിഷൻ ആപ്ലിക്കേഷൻ. ഓക്കെ, നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ്. ക്ലിക്ക് ഹിയർ ടു 1 ടൈം രജിസ്ട്രേഷൻ. എല്ലാം ഓർമ്മിക്കുക, ഈ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ എവിടെ അപ്ലൈ ചെയ്യണമല്ലോ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യണം. അപ്പോൾ ആദ്യം ഈ ക്ലിക്ക് ഹിയർ എന്നുള്ള സ്ഥലത്ത് അപ്ലൈ ചെയ്തിട്ട് അത് രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, എന്നിട്ടാണ് അതിലേക്ക് പോയിട്ട് കാര്യമുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ വേക്കൻസിയുടെ നോട്ടിഫിക്കേഷൻ അറിയണമെങ്കിൽ ഇതിൽ ഞാൻ പോയിട്ട് അമർത്തുന്നു. അപ്പോൾ ഇത് ഓപ്പൺ ആവുന്നു. അത് വേറൊരു വിൻഡോ ഓപ്പണായി. അതിലെല്ലാം കാണിക്കാൻ നോക്കൂ. ഇത് ഞാൻ നോക്കിയെന്ന് ഓപ്പറേറ്റർ ലേറ്റ് ഫോർ കോൺട്രാക്ട്, അതായത് പാസ് ഇൻ SSLC, ITI, NTC ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം കൂടി ഇപ്പോൾ ഒരു വീഡിയോ ഉണ്ടാക്കാറുള്ള ബുദ്ധിമുട്ടാണ്. ഇത് പാസ് ഇൻ SSLC ആൻഡ് ITI, NTC, നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ്. ഓക്കെ, അങ്ങനെ ചിലത് പെർമനൻറ്റ് ജോബാണ്, ചിലത് ടെമ്പററി ആണ്. അതെല്ലാം നോക്കിയിട്ട് അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൽ പറയാനുള്ളത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് പറയുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യുക. എന്നിട്ട് ഈ ലിങ്കിലേക്ക് ഞാൻ രണ്ടിൻ്റെയും 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ലിങ്കും പിന്നെ ഈ പേജിലേക്കും അപ്ലൈ ചെയ്യാനുള്ള ലിങ്കിലേക്കും ഞാൻ രണ്ടിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, ഒരു കാര്യം നോക്കുക, ഇങ്ങനെ ഡെയിലി ഇത് ഇങ്ങനെ ഒരു 3-4 വീഡിയോ ഇടാനാണ് പരിപാടി. ഓക്കെ, അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പ്രത്യേകിച്ച് നിങ്ങളുടെ ജോബ് അന്വേഷിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ഗ്രൂപ്പ് ഉണ്ടാവും, അതിലേക്ക് വാട്സാപ്പിലേക്ക് ഇതിൻ്റെ ലിങ്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മോർ ഇത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും വീഡിയോ ഇടാനുള്ള ഒരു പ്രചോദനമാവും. ഓക്കെ, അത് പ്രത്യേകം ഓർമ്മിക്കുക. ഓക്കെ.